നമ്മുടെ ചിന്തയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകതകൾ. എന്തുകൊണ്ട് യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനായി? അതിന് നമ്മൾ കാണുവാൻ ഇടയായിത്തീർന്നത് പഴയ നിയമത്തിൻ്റെ പുരോഹിതൻ്റെ വസ്ത്രം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 39-ാം അധ്യായം, ഈ 2 അധ്യായ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന. രാത്രിയിലും വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവമക്കളായിരിക്കാൻ കർത്താവ് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. 1, മഹാപുരോഹിതൻ ആദ്യമായിട്ട് ധരിക്കേണ്ടതായിരിക്കുന്ന കാൽച്ചട്ട. 2, അതിന് പുറത്ത് താൻ ധരിക്കേണ്ടതായിരുന്ന അങ്കി. എന്താണ് കാൽച്ചട്ട വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. കാൽച്ചട്ട വെളിപ്പെടുത്തിയത് തൻ്റെതായിരിക്കുന്ന എഫേർട്ട് അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പിന്നെയോ ദൈവത്തിൻ്റെ കരങ്ങളാണ് അവൻ കൂടെ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ നഗ്നത കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ആ വിഷയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് താൻ ധരിക്കുന്നതായിരിക്കുന്ന ആ അങ്കി, പഞ്ഞിനൂൽ കൊണ്ടുള്ളതായിരിക്കുന്ന അങ്കി, എന്ത് അതിനെ ചൂണ്ടിക്കാണിക്കുന്നു? നീതിയെ ചൂണ്ടിക്കാണിക്കുന്നു. യേശു ധരിച്ചിരുന്നത് ദൈവനീതി. യേശു നീതിയായിരുന്നു. നീതി യേശു ക്രിസ്തു ധരിച്ചത് ദൈവനീതി. ആ വിഷയമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് രാത്രിയിൽ അടുത്ത വിഷയത്തിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. ഗേഡിൽ, നടുക്കെട്ട്. ഗേഡിൽ, നടുക്കെട്ട്. ഞാൻ അന്ന് നിങ്ങളോട് പറയുകയുണ്ടായി, പ്രധാനമായിട്ട് 2 നടുക്കെട്ടുകളാണ് മഹാപുരോഹിതനുള്ളത്. 1, സാധാരണയായിട്ടൊരു ലേവ്യ പുരോഹിതൻ ധരിക്കുന്നതായിരിക്കുന്ന ഒരു വസ്ത്രമുണ്ട്. ആ വസ്ത്രമാണ് ഒരു നീളക്കുപ്പായം, പഞ്ഞിനൂൽ കൊണ്ടുള്ളതായിരിക്കും നീളക്കുപ്പായം. അത് ചിത്രത്തയ്യൽ കൊണ്ട് പണിയപ്പെട്ടിരിക്കുന്നു. തൻ്റെ തലയിൽ ഒരു തൊപ്പിയുണ്ട്, തൻ്റെ നടുക്കെട്ട് തനിക്കുണ്ട്. ആ നടുക്കെട്ടിനെ കുറിച്ചാണ് ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്ന അഹരോന് ഇതേ വസ്ത്രം തന്നെ ഉണ്ട്. എന്നാൽ ഈ നടുക്കെട്ട് മുകളിലായിട്ട് താൻ ഒരു നീലയങ്കി ധരിക്കുന്നു. നീലയങ്കിയുടെ മുകളിലായിട്ട് എഫോദ് ധരിക്കുന്നു. എഫോദിന് ശേഷമായിട്ട് നെറ്റിയിൽ ഒരു പട്ടം ധരിക്കുന്നു, ഒരു ഡയഡം, ഒരു കിരീടം ധരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ വിഷയത്തിൽ നിൽക്കുകയാണ് ഗേഡിൽ, നടുക്കെട്ട്. എന്താണ് ഈ നടുക്കെട്ട്? എന്തുകൊണ്ട് ഇതുണ്ടാക്കി? വേദപുസ്തകം 2 വാക്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യം ശ്രദ്ധയോടുകൂടെ ഇന്ന് രാത്രി ആയിരിക്കണം. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യം. നിങ്ങൾ ആ വാക്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവിടെ പറയുന്നതായിരിക്കുന്ന കാര്യമുണ്ട്, എങ്ങനെയാണ് വസ്ത്രം ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് പറയുകയാണ്, പഞ്ഞിനൂൽ കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു അങ്കി ഉണ്ടാക്കണം. ആ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ വായിപ്പിക്കട്ടെ. അതിൻ്റെ 39-ാമത്തെ വാക്യം. പഞ്ഞിനൂൽ കൊണ്ടുള്ള ഉള്ളങ്കി വിചിത്ര പണിയായി നെയ്യണം. പഞ്ഞിനൂൽ കൊണ്ട് മുടിയും ഉണ്ടാക്കണം. ചിത്രത്തയ്യൽ പണിയായിട്ട് നടുക്കെട്ടും ഉണ്ടാക്കണം. നടുക്കെട്ടും ചിത്രത്തയ്യൽ പണിയായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഈ നടുക്കെട്ടിന് ഉണ്ടാകേണ്ട ഒരു വസ്തു നമ്മളിവിടെ കാണുന്നത് നേരിച്ച നൂല് അഥവാ പ്യുവർ ലിനൻ, ഫൈൻ പ്യുവർ ലിനൻ. അതേ ആ നടുക്കെട്ടിനെ കുറിച്ച് വീണ്ടും ഒരു വാക്യത്തിലേക്ക് കടന്നു വരട്ടെ. അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഏതെല്ലാം മെറ്റീരിയൽ അതിന് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. 39-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യം വായിച്ചാൽ വേഴ്സ് 27 to 29 ഇവിടെ പറയുന്നു, അഹരോനും പുത്രന്മാർക്കും, അപ്പോൾ അഹരോനും അവൻ്റെ മക്കൾക്കും ഉണ്ടാക്കേണ്ട വസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവിടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി. നെക്സ്റ്റ്, അപ്പോൾ നടുക്കെട്ട് പണിയേണ്ടത് എങ്ങനെയെന്ന് രണ്ടാമത് പണിതിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ വാക്യം ഇപ്രകാരം പറഞ്ഞു, എന്തൊക്കെ കൊണ്ടാണ് പണിതത്. അവിടെ പറയുന്നത് പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായ നടുക്കെട്ട്. അപ്പോൾ നടുക്കെട്ടിന് യൂസ് ചെയ്തിരിക്കുന്നത് സാധാരണ അങ്കിയുടെ നൂലല്ല, പിന്നെയോ അതിനകത്ത് 4 വ്യത്യസ്തമായിരിക്കുന്ന നൂലുകളാണ് അതിനകത്ത് കോർത്തിരിക്കുന്നത്. ശ്രദ്ധിക്കണം, 4 വ്യത്യസ്തമായ നൂലുകളാണ് കോർത്തിരിക്കുന്നത്. 1 പിരിച്ച പഞ്ഞിനൂലുണ്ട്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ.
എന്നാൽ ഈ 4 വിധ മെറ്റീരിയൽ എന്തിന് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 36-ാം അധ്യായത്തിന് 35-ാമത്തെ വാക്യം നമ്മൾ ഈ പ്രത്യേകമായിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് പിന്നീട് എഫോദിൽ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ സ്കിപ്പ് ചെയ്യുകയാണ്. 36-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം. ഒരു തിരശ്ശീല ഉണ്ടാക്കണം. സമാഗമന കൂടാരത്തിൻ്റെ കർട്ടൻ ഉണ്ടാക്കുവാനായിട്ട് ദൈവം കൽപ്പന കൊടുത്ത ദ സെയിം മെറ്റീരിയൽ കൊണ്ടാണ് പുരോഹിതന്മാരുടെയോ മഹാപുരോഹിതരുടെയോ ഉള്ളിൽ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നടുക്കെട്ടുണ്ടാക്കുവാൻ ദൈവം കൽപ്പിച്ച. ശ്രദ്ധിക്കാൻ പറഞ്ഞ വേർഡ് സമാഗമന കൂടാരത്തിൻ്റെ അഥവാ സമാഗമന കൂടാരത്തിൻ്റെ തിരശ്ശീല. നിങ്ങൾക്കറിയാം സമാഗമന കൂടാരത്തിൽ 3 തിരശ്ശീലകളുണ്ട്. ഒന്ന് പ്രാകാരത്തിൻ്റെ തിരശ്ശീല, പിന്നെ 2 വിശുദ്ധ മന്ദിരത്തിൻ്റെ തിരശ്ശീല, മൂന്നാമതായിട്ട് അതിവിശുദ്ധ മന്ദിരത്തിൻ്റെ തിരശ്ശീല. 3 ഭാഗങ്ങളായിട്ടാണ് തിരശ്ശീല. അതിനകത്ത് പ്രാകാരത്തെ തിരശ്ശീലയെക്കുറിച്ച് ഇപ്രകാരം പറയുകയാണ്. അവിടെ ആ തിരശ്ശീലയ്ക്ക് ഉണ്ടായിരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് നീലനൂൽ, തൂമ്പുനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ. ഈ 4 വിധ മെറ്റീരിയൽ കൊണ്ടാണ് ഈ മറശ്ശീല ഉണ്ടാക്കുവാൻ അഥവാ ഈ കർട്ടൻ ഉണ്ടാക്കുവാനായിട്ട് ദൈവം കൽപ്പന കൊടുത്തത്. എന്നാൽ അതേപോലെ തന്നെ പുരോഹിതൻ്റെതായിരിക്കുന്ന അങ്കി ധരിക്കുന്നതിന് പുറത്ത് താൻ ധരിക്കുന്നതായിരിക്കുന്ന നടുക്കെട്ടുണ്ടാക്കുവാൻ ദൈവം കൽപ്പന കൊടുത്തപ്പോൾ ഈ 4 വിധ മെറ്റീരിയലാണ് ദൈവം കൽപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നത്. ആ 4 വിധ മെറ്റീരിയലാണ് പിരിച്ച പഞ്ഞിനൂൽ, തൂമ്പുനൂൽ, ചുവപ്പ് നൂൽ, നീലനൂൽ. ഈ 4 നൂലുകൾ കൊണ്ടാണ് അത് പണിയപ്പെടുവാനായിട്ടിടയായിത്തീർന്നത്. ഞാൻ ആ നൂലിൻ്റെ വിഷയം വിട്ടേച്ച് ഞാൻ ഇത് തമ്മിലുള്ള താരതമ്യം പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഈ പണിയപ്പെടുവാൻ കൽപ്പിച്ചതായിരിക്കുന്ന ഈ നടുക്കെട്ട് അത് ചിത്ര തയ്യൽ പണിയായിട്ട്, അത് എംബ്രോയിഡറി വർക്ക്സ് ആണ് അതിനകത്തുള്ളത്. വളരെ മനോഹരമായിട്ട് അലങ്കാരിതമായിരിക്കുന്ന ഒരു നടുക്കെട്ടാണ് പുരോഹിതൻ ധരിക്കുവാനായിട്ട് ദൈവം കൽപ്പന കൊടുത്തത്. തൻ്റേതായിരിക്കുന്ന വസ്ത്രം പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രമാണ്. പഞ്ഞിനൂൽ കൊണ്ടാണെങ്കിലും അതിനകത്ത് അലങ്കാരികമായിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്സ് നമുക്ക് അതിനകത്ത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ തൻ്റെ നടുക്കെട്ടെന്ന് പറയുന്നത് ഈ 4 നൂലുകൾ കൊണ്ട് ചിത്രപ്പണിയായിട്ട് ഉണ്ടാക്കുവാനായിട്ട് ദൈവം കൽപ്പന കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ 39-ാം അധ്യായത്തിൻ്റെ 43-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടും. 39:43. അവിടെ മോശ പണിയൊക്കെയും നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞ് യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ. ഞാനിത് പറയുവാൻ കാരണം 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒറ്റ നൂലിൻ്റെ കാര്യമേ പറഞ്ഞുള്ളൂ. ഏത് മാത്രമായിരുന്നു? പിരിച്ച പഞ്ഞിനൂൽ. എന്നാൽ 39-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിന് ഉപയോഗിക്കേണ്ടതായിരിക്കും മെറ്റീരിയലുടെ എണ്ണങ്ങൾ മുഴുവൻ പറഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് മോശ അങ്ങോട്ട് നോക്കിയിട്ട് പറയുകയാണ്, ഇത് യഹോവ കൽപ്പിച്ചതുപോലെ തന്നെയാണോ ഇത് മുഴുവൻ പണിയുവാനിടയായി? അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് ഈ വക നൂലുകൾ കൊണ്ട് പണിയപ്പെടുവാൻ കാരണമായി തീർന്നത്. എന്താണ് നടുക്കെട്ട് അർത്ഥമാക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നടുക്കെട്ട്? അതിൻ്റെ ഫസ്റ്റ് തിങ്, ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നത്? വായിച്ചാട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാൽ ലൂക്ക് ചാപ്റ്റർ 17 വേഴ്സ് നമ്പർ 8 എന്താണ് നടുക്കെട്ട് വെളിപ്പെടുത്തുന്നത്? ലൂക്ക് 17:8 അവിടെ പറയുന്നു, അവിടെ കർത്താവ് ഒരു ഉപമ പറയുകയാണ്. ആ ഉപമ പറയുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഒരു മനുഷ്യൻ അവൻ്റെ ദാസനെ വയലിലേക്ക് വിട്ടു. വയലിലെ ജോലിയൊക്കെയും ചെയ്തു കഴിഞ്ഞ് അവൻ തിരിച്ച് മടങ്ങി വരുമ്പോൾ, ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും തൻ്റെതായിരിക്കുന്ന യജമാനൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ആദ്യം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, എന്നിട്ട് നീ നിനക്കുള്ളത് കഴിച്ചു കൊടുക്കുക. എന്താണ് ഈ അരകെട്ടുന്നതിനെ സൂചിപ്പിക്കുന്നത്? അരകെട്ടുന്നത് പ്രിപ്പറേഷൻ ഫോർ ദ സർവീസ്, ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ് അരകെട്ടുക. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എവിടെയെല്ലാം നമ്മൾ ആ വാക്ക് കാണുമോ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തെയാണ് കാണുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക. അപ്പോൾ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായിട്ട് വരുന്ന കാര്യമാണ് ഏത്? അരകെട്ടുക. ശുശ്രൂഷയല്ല അരകെട്ടുക എന്ന് പറഞ്ഞാൽ അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കത്തെ അവിടെ ശ്രദ്ധിക്കണേ നിങ്ങൾ. വേർഡ് ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഇതിൽ കൂടെ എന്താ നമുക്ക് വെളിപ്പെടുവാൻ സാധിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ട് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരുക്കത്തെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. എന്തിനു വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് യേശു അവിടെ വെളിപ്പെടുത്തുന്നത്? തന്നെ പരമേൽപ്പിച്ചായിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തെ യേശു ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് തന്നെ പരമേൽപ്പിച്ച ശുശ്രൂഷ? നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതൻ പിതാവിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് സകല
ഭാരവും എല്ലാം ഏറ്റു, എല്ലാം മുറുകെ പറ്റുന്നതെല്ലാം ഏൽപ്പിച്ചുകൊണ്ട് നേരെ അവൻ്റെ അടുക്കൽ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുവാൻ കഴിയാത്തവനല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടി തുണ നിൽക്കുന്ന ഒരു നല്ല മഹാപുരോഹിതൻ, നമുക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്ന ഒരു മഹാപുരോഹിതൻ, ആ മഹാപുരോഹിതൻ്റെ ഒരു പ്രത്യേകതയാണ് ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം എപ്പോഴും റെഡിയാണ്. 24 hours a day, എല്ലാ ദിവസത്തിൻ്റെ എല്ലാ സമയത്തും ഓരോ മിനിറ്റുകളും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കത്തോടെ നിൽക്കുന്ന ഒരു യേശുവിനെയാണ് കാണുന്നത്. ഇതിൽ കൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കം യേശുവിനുണ്ട് എന്ന് പറയുന്നതാണ് എനിക്കും നിങ്ങൾക്കുമുള്ള പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി കടന്നുപോയിരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കമില്ലാത്തവനായിരുന്നുവെങ്കിൽ, ശുശ്രൂഷിപ്പാൻ അവിടെ യോഗ്യനല്ലായിരുന്നുവെങ്കിൽ, ശുശ്രൂഷ ചെയ്യുവാനായിട്ട് മടി കാണിച്ചിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും അവിടെ നിൽക്കുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രി നമ്മൾ അവിടെ ആയിരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് നമുക്കുള്ള മഹാപുരോഹിതൻ പിതാവിൻ്റെ വലത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ അരകെട്ടുക എന്ന് പറയുമ്പോൾ ശുശ്രൂഷയെ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഒരുക്കത്തെ നമ്മളിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഒരുക്കത്തെ 1-2 ഭാഗങ്ങൾ കൂടെ ഞാൻ വെളിപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ, ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 4:34. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്ന എൻ്റെ ആഹാരം. നിങ്ങൾ മനസ്സിലാക്കണം, ഏത് സാഹചര്യത്തിലാണ് യേശു വാക്ക് പറഞ്ഞുവെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗം ഇതാണ്. അവൻ കടന്നു പോകയിൽ ശമരിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവൻ വഴിയിൽ ക്ഷീണിച്ച് ആ കിണറ്റിനരിയിരുന്നു. അപ്പോൾ ആരെയാണ് നമ്മളിവിടെ കാണുന്നത്? ക്ഷീണിതരാണ്, ഫിസിക്കൽ വീക്ക്നെസ്സോടുകൂടെ. ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം, ശാരീരികമായിരിക്കുന്ന ബലഹീനതയോടുകൂടെ, ശാരീരിക ക്ഷീണത്തോടുകൂടെ ആയിരിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വേർഡുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് എൻ്റെ ആഹാരമാണ്. ഇത് പറയുന്നതിന് മുമ്പ് യേശുവിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവൻ ശാരീരികമായിട്ട് ക്ഷീണിതനായിരുന്നു. എന്നാൽ വഴിയെ കടന്നു വന്ന ഒരു സ്ത്രീ, ഒരു ശമര്യക്കാലത്തെ സ്ത്രീയെ കർത്താവായ യേശുക്രിസ്തു കണ്ടപ്പോൾ എന്താ യേശുവിന് സംഭവിച്ചത്? തൻ്റെ ക്ഷീണം പൂർണ്ണമായിട്ട് മാറ്റപ്പെട്ടു. എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ക്ഷീണം മാറ്റപ്പെട്ടു? അവിടെ സംഭവിച്ചത് തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതയ്ക്ക് അപ്പുറമായിട്ട് ദൈവം തന്നെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ കർത്താവായ യേശുക്രിസ്തു വില കൊടുക്കുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു വരുന്ന വേർഡ്, കർത്താവായ യേശുക്രിസ്തു വില കൊടുക്കുവാൻ ഇടയായിത്തീർന്നത് തൻ്റെ ശാരീരികമായിരിക്കുന്ന ക്ഷീണത്തിന് അപ്പുറമായിട്ട് ദൈവത്തിന് ഇഷ്ടം നിവർത്തിക്കേണ്ടതിനോ വില കൊടുക്കുവാനായിട്ട് കാരണമായി തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരു ശമര്യക്കാരത്തെ സ്ത്രീ വന്നപ്പോൾ കർത്താവ് മനസ്സിലാക്കി എന്താണ് അവൾ കൂടെ നടക്കുവാൻ സാധിക്കുന്നത് മനസ്സിലാക്കി തൻ്റെ ക്ഷീണങ്ങളെ പരിപൂർണമായിട്ട് മാറ്റിക്കൊണ്ട് അവളെ ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തുവാനിടയായി. ശ്രദ്ധിക്കണേ, ഏത് സ്ഥാനത്താണ് സംഭവിച്ചതെന്നറിയാമോ? ശാരീരികമായിരിക്കുന്ന ക്ഷീണത്തിൻ്റെ മധ്യത്തിൽ, ശാരീരികമായിരിക്കുന്ന ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിൽ, അവിടെയാണ് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കം കാണിച്ച്. യേശു അതിൽ കൂടെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്കുള്ള ആഹാരം എന്ന് പറയുന്നത് എൻ്റെ ഭൗതികമായിരിക്കുന്ന ക്ഷീണം മാറ്റുവാനുള്ള ആഹാരമല്ല എനിക്ക് ആവശ്യമായിരിക്കുന്നത്. എന്നെ പിതാവ് അയച്ചതിന് ഒരു ലക്ഷ്യമുണ്ട്, എന്നെ പിതാവ് അയച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. അവൻ്റെ വേല തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരമായിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു എങ്ങനെ ശുശ്രൂഷിച്ചു എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഒരുക്കത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതയുടെ മധ്യത്തിലും യേശു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വില്ലിംഗ് ആയിട്ട് തീർന്നു. രണ്ടാമത്തെ യേശുക്രിസ്തുവിൻ്റെ തെളിവിലേക്ക് കടന്നു വരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. യോഹന്നാൻ 18:10. യേശുക്രിസ്തു എന്ത് ചെയ്തു? താൻ ക്രൂശീകരിക്കപ്പെടുവാൻ പോകുന്നതിന് മുമ്പ് തന്നെ തോട്ടത്തിൽ വെച്ച് പിടിക്കുന്ന സമയത്ത് യേശുക്രിസ്തു കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പത്രോസ് ആ മഹാപുരോഹിതന്റെ ദാസന്റെ വലത്തെ കാത് അറുത്ത് കളഞ്ഞു, വെട്ടിക്കളഞ്ഞു. ഈ വെട്ടിക്കളഞ്ഞപ്പോൾ യേശു എന്ത് ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത്. യേശു ആ പ്രതികൂലങ്ങളുടെ നിങ്ങൾ മനസ്സിലാക്കണം. യേശു നിൽക്കുന്നത് മരിക്കുവാനായിട്ട് തുടങ്ങിയ
മരണം തൻ്റെ തൊട്ട് മുൻപിലുണ്ട്. സാഹചര്യം അനുകൂലമായിരിക്കുന്ന സിറ്റുവേഷൻസ് അല്ല യേശുവിൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ അരുമരക്ഷിതാവായ യേശു നിന്നുകൊണ്ട് ചെയ്തത് അവിടം കണ്ടേ ചിട്ടേച്ച് പോകുകയല്ല യേശു ചെയ്തത്. അവിടെ നിന്ന് യേശു അവൻ്റെ കാതിനെ സൗഖ്യമാക്കി. എന്താ ഇവിടെ കർത്താവായ യേശു ചെയ്തത്? ദൈവം തന്നെ പരമേൽപ്പിച്ചമായിരിക്കുന്ന ജോലിയെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വം. ഈ രണ്ട് കാര്യങ്ങൾ കൂടെ യേശുവിൻ്റെ ഒരു സ്വഭാവം ഞാൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ ശുശ്രൂഷയ്ക്ക് യേശുവിൻ്റെ മുൻപിൽ ഒരു വിഘ്നമായിരുന്നില്ലേ? അഥവാ പ്രതികൂല സാഹചര്യങ്ങൾ കർത്താവായ യേശുവിനെ ശുശ്രൂഷയിൽ നിന്ന് മാറ്റിയിട്ടില്ലേ? ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ മക്കൾ, ഇവിടെ ഒന്നുകിൽ ശാരീരികമാർക്ക് ക്ഷീണമായിരിക്കാം, അല്ലെങ്കിൽ ശത്രുക്കളാൽ നീ വളഞ്ഞിരിക്കുന്നതായിരിക്കാം. നിന്റെ അവസ്ഥകൾ എന്തു തന്നെ ആയിരുന്നാലും ഒരു പ്രിപ്പറേഷൻ, ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കും ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമെന്ന് പറയുന്നത് ഈ പ്രതികൂലങ്ങളൊന്നും തന്നെ തടഞ്ഞു വെക്കുവാൻ ഇടയാകരുത്. പ്രതികൂലങ്ങളൊന്നും തന്നെ മാറ്റി നിർത്തുവാൻ ഇടയാകരുത്. എൻ്റെതായിരിക്കുന്ന സിറ്റുവേഷൻസ് അല്ല എൻ്റെ ദൈവവേലയിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തേണ്ടത്. ശ്രദ്ധിക്കണമേ നിങ്ങൾ, എൻ്റെതായിരിക്കും ശാരീരിക ക്ഷീണമല്ല ശുശ്രൂഷയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത്. ദൈവം ആഗ്രഹിച്ചത് ശുശ്രൂഷയ്ക്ക് യേശു വില കൊടുത്തു. ഇതിൽ കൂടെ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു വരുവാൻ ആഗ്രഹിക്കുന്നു. യേശു വെളിപ്പെടുത്തിയത് തൻ്റെ പ്രതികൂലങ്ങൾ ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സമാകത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കി വേണം. എൻ്റെ പ്രതികൂലങ്ങൾ എന്നെ പരമേൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് എന്താകരുത്? തടസ്സമാകരുത്. എന്നെ പരമേൽപ്പിച്ച ശുശ്രൂഷ അത് ഏതെല്ലാം ആയിരുന്നാലും എന്തെല്ലാം ആയിരുന്നാലും, ഒന്നുകിൽ ശാരീരികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുവിധ ശുശ്രൂഷയുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ദൈവം നമ്മെ പരമേൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് ഒരു രീതിയിലും നമ്മളാൽ വിഘ്നം വരുത്തുവാൻ ഇടയാകരുത്. യേശു അത് വരുത്തിയില്ല എങ്കിൽ, തൻ്റെ ശുശ്രൂഷയ്ക്ക് യേശു വില കൊടുത്തുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോസ്തലനായ പൗലോസും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. എനിക്ക് ഒന്നേ ഉള്ളൂ എൻ്റെ ആഗ്രഹം, ദൈവം എന്നെ പരമേൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കണമെന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. ദൈവ പൈതലേ, എനിക്കും നിങ്ങൾക്കും ആവശ്യമായിരിക്കുന്നത് ദൈവം നമ്മെ പരമേൽപ്പിച്ച ശുശ്രൂഷയുടെ നിവർത്തീകരണമാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു എന്നിൽ കൂടെ എക്സ്പെക്ട് ചെയ്തത് എൻ്റെ പ്രതികൂലങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ പിന്നോട്ട് നിൽക്കുവാനല്ല, പിന്നെ പ്രതികൂലങ്ങളുടെ നടുവിൽ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ഞാൻ ഒന്ന് രണ്ട് തെളിവുകൾ കൂടെ ഞാൻ നിങ്ങൾക്കത് വെളിപ്പെടുത്തരുവാൻ ആഗ്രഹിക്കും. ഒന്നാമത്തെ തെളിവ് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 59-60 വാക്യം. ലൂക്ക് ചാപ്റ്റർ 9 വേഴ്സ് നമ്പർ 59 and 60. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്ന ജനത്തോട് യേശു റിയാക്ട് ചെയ്ത ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന ഒരു യൗവനക്കാരനോട് യേശു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നീ എന്നെ ഒന്ന് അനുഗമിക്കുക. ഈ വ്യക്തി ഉടനെ പറഞ്ഞു, യേശുവേ നീ ഒരു കാര്യം ചെയ്ത്, ഞാൻ ആദ്യം പോയി എൻ്റെ അപ്പനെ ഒന്ന് കുഴിച്ചിട്ടേച്ച് വരട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ അനുഗമിക്കാം. യേശു എന്ത് പറഞ്ഞെന്നറിയും? യേശു കൊടുത്ത മറുപടി, മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. ഇതിൽ കൂടെ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള റെസ്പോൺസിബിലിറ്റി ദൈവവേലയ്ക്ക് തടസ്സമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കർത്താവായ യേശു അവനോട് പറഞ്ഞത്, നീ പോയി നിന്റെ അപ്പനെ കുഴിച്ചിട്ട് വന്നിട്ട് നീ എന്നെ അനുഗമിക്കുക എന്നല്ല യേശു പറഞ്ഞത്. യേശു കൊടുത്ത ഒറ്റ കാര്യമേ ഉള്ളൂ. നിനക്കൊരു ചുമതലയുണ്ട്, അപ്പനോടൊരു ചുമതലയുണ്ട്, അമ്മയോടൊരു ചുമതലയുണ്ട്, നീ നിൽക്കുന്ന സമൂഹത്തോടൊരു ചുമതലയുണ്ട്. എന്നാൽ നീ നിൽക്കുന്ന സമൂഹത്തോടുള്ള ചുമതല ഉള്ളപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്ന പദവി, ദൈവം നിന്നെ പരമേൽപ്പിച്ചായിരിക്കുന്ന ശുശ്രൂഷ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അതുകൊണ്ട് എന്താ യേശുവോട് വെളിപ്പെടുത്തിയത്? നിന്റെ റെസ്പോൺസിബിലിറ്റി ദൈവവേലയ്ക്ക് തടസ്സമാകരുത് എന്ന് പറഞ്ഞാൽ, റെസ്പോൺസിബിലിറ്റി ചെയ്യാതെ പോകാനല്ല ഞാൻ ഇവിടെ പറഞ്ഞു വന്നത്. നമ്മൾ റെസ്പോൺസിബിൾ ആകേണ്ടത് വളരെ ആവശ്യമാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ ലേഖനത്തിൽ എഴുതുന്നുണ്ട്, സാക്ഷാൽ വിധവമാരായിരിക്കുന്നവർക്ക് വേണ്ടി അവരുടെ ഭവനങ്ങളുള്ളവർ തന്നെ അധ്വാനിച്ച് അവർക്ക് വേണ്ടത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി
ഓരോരുത്തർക്കുമുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് റെസ്പോൺസിബിലിറ്റി. ഈ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് വിട്ടുമാറുവാനല്ല ദൈവം കൽപ്പിക്കുന്നത്. പിന്നെയോ ഒന്ന് വേണം, ആ റെസ്പോൺസിബിലിറ്റി തന്നെ ചെയ്തുകൊണ്ട്. എന്നാൽ ദൈവിക ശുശ്രൂഷയ്ക്ക് നീ പ്രാധാന്യം കൊടുക്കുമെങ്കിൽ ദൈവം നിന്റെ സകല റെസ്പോൺസിബിലിറ്റിയും ഭംഗിയായി ചെയ്യുവാൻ കാരണമായി തീരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണ്ട രീതിയിൽ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിന് കാരണം, അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് വേല ചെയ്യാമെന്നുള്ളതാ. എല്ലാം നന്നായി കഴിഞ്ഞാൽ കർത്താവിന് വേല ചെയ്യാമെന്നുള്ളത്. എന്നാൽ മനസ്സിലാക്കിക്കോണം, നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങളുടെ ചുമതലകളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് വിലമതിക്കുവാൻ സാധിക്കുമെങ്കിൽ അവിടെയായിരിക്കും ദൈവം നമ്മുടെ കുടുംബത്തെ മാനിക്കും. നിങ്ങൾക്കറിയാം, ചില നാളുകൾക്ക് മുമ്പ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന് തൻ്റെ ഒരു സാക്ഷ്യം എസെക്കിയേൽ ഫ്രാൻസിസ് നിങ്ങൾക്കറിയാം. തൻ്റെതായിരിക്കുന്ന യൗവന പ്രായത്തിൽ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയായിത്തീർന്നു. വീട്ടിലെ ആദ്യത്തെ ഒരു ഏണിംഗ് മെമ്പർ ആകുന്ന ഒരു വ്യക്തി, മാസ്റ്റർ ബിരുദം കഴിഞ്ഞിട്ട് ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന ആ പ്രത്യേകമായിരിക്കുന്ന സന്ദർഭത്തിലാണ് ദൈവം പൂർണ്ണ സമയ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. തൻ്റെ സഹോദരിമാരുണ്ട്, എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അദ്ദേഹം ഭാരപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, കുഞ്ഞേ, നിന്റെ വീട്ടിലെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, നീ എനിക്ക് വേണ്ടി ഇറങ്ങുക. എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ആ കുടുംബം പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നത് റെസ്പോൺസിബിലിറ്റി ഒഴിയുവാനല്ല ഞാൻ പറഞ്ഞു വന്നത്. റെസ്പോൺസിബിലിറ്റി ഒഴിയുന്നത് തെറ്റാണ്. എന്നാൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വേലയിൽ ദൈവം നമ്മെ പരമേൽപ്പിച്ച കാര്യത്തിൽ നമ്മൾ ചുമതലയെ നമ്മൾ കൊടുക്കുമെങ്കിൽ, അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമെങ്കിൽ, ഒന്ന് മനസ്സിലാക്കിക്കോണം, നമ്മുടെ റെസ്പോൺസിബിലിറ്റികളെ മുഴുവൻ ആര് മാനിച്ചുകൊള്ളും? ദൈവം തമ്പുരാൻ മാനിച്ചുകൊള്ളും. ദൈവം നമുക്ക് നടത്തി തരും. അതുകൊണ്ട് നമ്മൾ കയ്യും കെട്ടി ദൈവവേല മാത്രം ചെയ്യുവാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് പെർഫെക്റ്റ്ലി റോങ്. എല്ലാത്തിനും അതിൻ്റെ വഴിയുണ്ട്, ഓരോന്നിനും അതിൻ്റെ സ്ഥാനമുണ്ട്. കുടുംബത്തിന് സ്ഥാനമുണ്ട്, ദൈവവേലയ്ക്ക് ദൈവവേലയുടെ സ്ഥാനമുണ്ട്, എല്ലാത്തിനും അതിൻ്റെ സ്ഥാനമുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്നത് ആദ്യത്തെ അവൻ്റെ ദൈവമായിരിക്കുന്ന ബന്ധം, 2 അവൻ്റെ കുടുംബമായിരിക്കുന്ന ബന്ധം, 3 അവൻ്റെ ശുശ്രൂഷയുമായുള്ള ബന്ധം. അതുകൊണ്ട് കുടുംബത്തെ വിട്ടേച്ച് ശുശ്രൂഷയ്ക്ക് പോകുവാനല്ല ഞാൻ പറഞ്ഞു വന്നത്. പിന്നെയോ ആ റെസ്പോൺസിബിലിറ്റി ഇരിക്കുമ്പോൾ ദൈവത്തിന് നീ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ റെസ്പോൺസിബിലിറ്റിയെ ഭംഗിയായി നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ യേശു എന്താഗ്രഹിച്ചു? യേശു ആഗ്രഹിച്ചു, കുഞ്ഞേ, നിന്റെ റെസ്പോൺസിബിലിറ്റിയേക്കാൾ വലുതാണ് ദൈവത്തിന്റെ വേല. ദൈവം നിന്റെ ഫലമേൽപ്പിക്കും. 2 എന്താണ് അവിടുത്തെ നെക്സ്റ്റ് വാക്യം? 61, 62 വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ട്. എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പോകാൻ അനുവാദം തരണം. എന്താ അവിടുത്തെ വിഷയം? യേശുക്രിസ്തു പറഞ്ഞ രണ്ടാമത്തെ കാരണം, ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അവിടെ പറഞ്ഞത് റിലേഷൻഷിപ്പ് ഒരിക്കലും ശുശ്രൂഷയ്ക്ക് ഒരു ബാധകമാകരുത്. ബന്ധങ്ങൾ. ഇവൻ പറഞ്ഞൊരു നല്ലൊരു കാര്യമാണ്. ഞാൻ ആദ്യം പോയി എൻ്റെ വീട്ടിലുള്ളവരോട് ഞാൻ പറഞ്ഞു ചെയ്യാൻ വരട്ടെ, എനിക്കൊരു ബന്ധമുണ്ട്, എന്നെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നവരുണ്ട്, എന്നെ മുമ്പോട്ട് കൊണ്ടുവന്നവരുണ്ട്, ആ ഒരു ബന്ധത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞൊരു വേർഡ് അതാണ്, കുഞ്ഞേ, നീ ഇതിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിൽ നീ എന്തായിരിക്കും ചെയ്യുന്നത്? കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്നോട്ട് നോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ റിലേഷൻഷിപ്പ് ദൈവിക ശുശ്രൂഷയിൽ ചെയ്യുന്നതിന് തടസ്സമാകുവാൻ ഇടയാകരുത്. നിന്റെ ബന്ധങ്ങൾ നിങ്ങൾക്കറിയാം. അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറഞ്ഞു, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ എന്ത് ചെയ്യട്ടെ? തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്നിട്ട് യേശു പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ എന്ത് ചെയ്യണം? അപ്പനെയോ അമ്മയോ എല്ലാം വിട്ടുകളയുന്നുവെങ്കിൽ അവൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ റിലേഷൻഷിപ്പ് വിട്ടുകളയാനല്ല യേശു ആഗ്രഹിച്ച. പിന്നെയോ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളും കുടുംബത്തെയോ ബന്ധത്തെയോ ചുമതലകളെയോ മറന്നേച്ച് പോകുന്നവരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആ ചുമതലകൾ ഉള്ളപ്പോൾ തന്നെ, ആ ഉത്തരവാദിത്വം നിൻ്റെ ഉള്ളിലുള്ളപ്പോൾ തന്നെ, അപ്പനെ അടക്കണമെന്നുള്ള റെസ്പോൺസിബിലിറ്റി നിൻ്റെ ഉള്ളിലുള്ളപ്പോൾ തന്നെ, നിന്റെ കുടുംബത്തോട് നീ ബൈ പറയണമെന്നോ നിന്റെ ഉള്ളത്തിൽ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരു ചിന്ത ഉള്ളപ്പോൾ തന്നെ, ആ ചിന്തയിൽ തന്നെ നിന്നുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ടത് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം.
കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ദൈവം മാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു, ഇതിൽ കൂടെ ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, യേശുക്രിസ്തു പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് ശുശ്രൂഷ ചെയ്ത് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടോ തന്നെ അനുഗമിക്കുന്ന കൂട്ടത്തോടോ അനുകൂലമായിരിക്കുമ്പോൾ ശുശ്രൂഷ ചെയ്യുവാനല്ല കർത്താവായ യേശു പറയുന്നത്. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിന് വേല ചെയ്യുവാൻ കർത്താവ് കൽപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇതാ, അനുകൂലങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ട് അനുഗ്രഹമില്ലെന്നല്ല ഞാൻ പറയുന്നത്, ഒത്തിരി അനുഗ്രഹമില്ല. എന്നാൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ അവിടെയാണ് വലിയ അനുഗ്രഹം കാണുവാൻ സാധിക്കുന്നത്. അവിടെയാണ് ദൈവത്തിന് വലിയ കൃപ പകരുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ടപ്പോൾ, ആ നാടുകടത്തപ്പെട്ടിട്ടും താൻ ആ ചൂടിൻ്റെ മധ്യത്തിൽ താൻ ആയിരിക്കുമ്പോഴും 10 ദിവസം കടന്നു വന്നപ്പോൾ ഒന്ന് ആഗ്രഹിച്ചു, എൻ്റെ ദൈവത്തെ ഞാൻ പണ്ട് പോയ സ്ഥലങ്ങളൊക്കെ ആരാധിച്ച പോലെ എനിക്കൊന്ന് ആരാധിച്ചാൽ കൊള്ളാമെന്ന് മനസ്സിലാക്കി. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ മുഴുവൻ വളരെ ചൂടാട് കഷ്ണങ്ങളാണ്. എന്നാൽ ഇതിലൊക്കെയും നടുവിലിരുന്നു കൊണ്ട്, ഈ പ്രതികൂലങ്ങളുടെ നടുവിലിരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനായിട്ട് താൻ തുടങ്ങിയപ്പോൾ അവൻ ആത്മവിവശനായി. വീട്ടിൽ കിടന്ന് ഉറങ്ങിയിരുന്നുവെങ്കിൽ വെളിപ്പാട് പുസ്തകം കിട്ടത്തില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് കിട്ടിയത്? ആ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് തീരുമാനമെടുത്തപ്പോൾ, പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട്, ദൈവത്തെ ആരാധിപ്പാൻ അവർ സമയമെടുത്തപ്പോൾ, ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത്, ദൈവത്തെ നമ്മൾ ആരാധിക്കേണ്ടത് എല്ലാം അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ മാത്രമല്ല, ചില പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമുക്കൊരു അവസരം തരും. ആപത്തിയുമായിരിക്കുന്ന സമയത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന കരങ്ങൾ അവിടെയാണ് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം അവിടെയാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന കഷ്ടതയായിരിക്കും അവൻ ദൈവത്തെ ഏറ്റവും അധികമായി രുചിച്ചറിയുവാൻ ഇടയാകുന്നത്, ദൈവത്തിൻ്റെ ആ ക്ലോസ്നെസ് മനസ്സിലാക്കുവാൻ ഇടയായിത്തീരുന്നത്. അവരുടെ സകലതും അനുകൂലമായിരിക്കുന്ന സാഹചര്യങ്ങളല്ല, പിന്നെ പ്രതികൂലത്തിൻ്റെ നടുവിൽ നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും, എന്നോടുകൂടെ നടക്കുന്ന ഒരു കർത്താവുണ്ട്, ഓരോ സ്റ്റെപ്പ് എന്നോടുകൂടെ വെക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ കർത്താവിൻ്റെ സാന്നിധ്യമാണ് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നത്. എന്താ ഇവിടെ നടുക്കെട്ട് കെട്ടുവാൻ ദൈവം കൽപ്പന കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ദൈവം ആഗ്രഹിച്ചത് പുരോഹിതനെ എന്തിനു വേണ്ടി വെച്ചിരിക്കുന്നുവോ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമാണോ അവിടെ തന്നിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ നടുക്കെട്ട് എന്തിനെയാ ചൂണ്ടിക്കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, നടുക്കെട്ടെന്ന് പറയുന്നത് ഏതിനെ ചൂണ്ടിക്കാണിക്കുന്നു? പ്രിപ്പറേഷൻ ഫോർ ദ സർവീസ്. കർത്താവായ യേശുക്രിസ്തുവിനെ നടുക്കെട്ട് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? വായിച്ചാട്ടെ, യെശയ്യാ 11 അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. യെശയ്യാ 11:5. പ്രൈസ് ഗോഡ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചന ഭാഗമാണ് നമ്മൾ കാണുന്നത്. യെശയ്യാ 11 അധ്യായം എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയെ ചൂണ്ടിക്കാണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് രാജാവായിട്ട് വാഴുന്ന വാഴ്ചയാണ് 11 അധ്യായം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ആ പ്രത്യേകമായിരിക്കുന്ന സമയത്ത് യേശു ആരായിരിക്കും, യേശു എങ്ങനെയായിരിക്കും വരുന്നതെന്ന് അവിടെ പറയുകയാണ്. അവിടെ പറയപ്പെടുന്ന വിഷയമാണ് നീതി. അവിടെ എന്തായിരിക്കുന്നു? നടുക്കെട്ടായിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നടുക്കെട്ട് വെളിപ്പെടുത്തുന്നത് റൈച്ചസ്നെസ്, നീതിയെ വെളിപ്പെടുത്തുന്നു. ഞാൻ ആദ്യം പറഞ്ഞു, നടുക്കെട്ട് വെളിപ്പെടുത്തുന്നത് ഏതിനെ വെളിപ്പെടുത്തുന്നു? പ്രിപ്പറേഷൻ ഫോർ ദ സർവീസ്. രണ്ടാമത്തത് കർത്താവായ യേശു, ഇറ്റ്സ് ഓൺലി ജീസസ് ക്രൈസ്റ്റ്. ശ്രദ്ധിച്ചോണേ, ഇത് മുഴുവൻ യേശുക്രിസ്തു മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. യേശു എന്തിനെ അത് വെളിപ്പെടുത്തുന്നു? തൻ്റെ നീതിയെ വെളിപ്പെടുത്തുന്നു, നീതിയെ ചൂണ്ടിക്കാണിക്കുന്നു. യേശുക്രിസ്തു നീതിയെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്കറിയാം. അവിടെയും കർത്താവായ യേശു ശുശ്രൂഷയുമായിരിക്കുന്ന ബന്ധത്തിലാണോ അവിടെ കടന്നു വരുന്നത്? യേശുവിൻ്റെ നടുക്കെട്ട് നീതി, വിശ്വസ്തതയാണ് അതിന് തുടർന്നുള്ളത്. അപ്പോൾ എന്താണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന 1-2 വാക്യങ്ങൾ വായിച്ചിട്ട്, മാത്യു ചാപ്റ്റർ 20 വേഴ്സ് നമ്പർ 28, മത്തായി 20:28. അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള ദൈവികമായ പർപ്പസ് അവിടെ പറയുകയാണ്. ഈ ലോകത്തിൽ വെളിപ്പെട്ടതിനെ കുറിച്ച് പറയുന്നു. അവൻ ശുശ്രൂഷ ചെയ്യിപ്പിപ്പാനല്ല, പിന്നെയോ ശുശ്രൂഷിപ്പാനും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു വന്നത് ശുശ്രൂഷിപ്പാനാണ്. ശുശ്രൂഷിപ്പാൻ, മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനാണ് കർത്താവായ യേശു വന്നത്. ഇതിൻ്റെ വ്യക്തമായിരിക്കുന്ന ഒരു വെളിപ്പാടാണ് യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 13 അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെസഹ പെരുന്നാളിന് മുമ്പ് യേശു ഈ
ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുവാൻ സമയമായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് പെസഹ കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കൂടിയിരിക്കുന്ന സമയം, ഒരുമിച്ച് പെസഹ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ യേശു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു. ആ യേശു ക്രിസ്തു ഇപ്രകാരം പത്രോസിനോട്, പത്രോസേ, ഞാൻ നിങ്ങളുടെ കാലുകൾ കഴുകുവാൻ ആഗ്രഹിക്കുന്നു. യേശു ഒരു തുവത്തെടുത്ത് അരയിൽ ചുറ്റി കയ്യിലൊരു പാത്രവും എടുത്തുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുക. ഓരോ ശിഷ്യന്മാരുടെ കാലുകൾ കർത്താവായ യേശു കഴുകുക. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ വിഷ്വലൈസ് ചെയ്യണം. ഇത് സാധാരണപ്പെട്ട ഒരു വ്യക്തിയല്ല ഇവരുടെ കാല് കഴുകുവാൻ പോകുന്ന. അന്ന് കാല് കഴുകുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ദാസനാണ്, ഒരു ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, വീട്ടിലെ അടിമയാണ് മറ്റുള്ളവരുടെ കാലുകൾ കഴുകുന്നത്. അത് മറ്റുള്ളവർ കൊടുക്കുന്ന റെസ്പെക്റ്റിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇവിടെ 3.5 വർഷക്കാലം ഒരുമിച്ച് കൊണ്ട് നടന്ന ഈ ശിഷ്യന്മാരുടെ കാലുകൾ കർത്താവായ യേശു ക്രിസ്തു കഴുകുവാനായിട്ട് തുടങ്ങി. 1 by 1 ആയിട്ട് യേശു കാല് കഴുകുവാനായിട്ട് തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കോണേ, ആ ഓരോ ശിഷ്യന്മാരുടെ അടുത്ത് യേശു കാല് കഴുകുവാൻ ചെന്നപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. കാരണം ഒരിക്കലും അവർക്ക് അത് പൂർണ്ണമായി സമ്മതിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നില്ല. പിന്നെയോ പലപ്പോഴും എന്താ യേശു ചെയ്യുന്നുവെന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് കൊണ്ട് മിണ്ടാതിരിക്കുന്ന ഒരു ഗണമാണ് ഈ ശിഷ്യഗണത്തിൽ ഉൾപ്പെട്ട മുഴുവൻ. എന്നാൽ അതിലൊരു വ്യക്തിയുണ്ട്, പലപ്പോഴും മനസ്സിലായില്ലെങ്കിലും മനസ്സിലായതുപോലെ തന്നെ എടുത്തിയാടി സംസാരിക്കുന്ന ഒരു നല്ല പത്രോസുണ്ട്. മനസ്സിലായില്ലെങ്കിലും മനസ്സിലായതുപോലെ സംസാരിക്കുന്ന ഒരു വ്യക്തി. മനസ്സിലായല്ലോ അവർക്ക് ഇല്ലേ? എന്തുവാ യേശു ചെയ്യുന്ന അവന് മനസ്സിലായിട്ടില്ല, എന്നാൽ അവൻ മനസ്സിലാക്കിയതുപോലെ സംസാരിക്കുന്ന ഒരു പത്രോസ്. എന്താ ഇവിടെ സംഭവിച്ചത്? പത്രോസ് ഒരു കാര്യം പറഞ്ഞു, നീ എൻ്റെ കാല് കഴുകത്തില്ല. എന്താ ഈ യേശു ചെയ്തെന്നുള്ള പുള്ളിക്ക് അറിയത്തില്ല. ബാക്കിയുള്ളവരെല്ലാവരും മിണ്ടാതെ ഇരുന്ന് അത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്തു. പത്രോസ് അത് അംഗീകരിക്കുവാനായിട്ട് വില്ലിങ് ആയതേ ഇല്ല. പത്രോസ് കണ്ടത് വേറൊരു കാഴ്ചപ്പാടായി. ഇത് തന്നെ ആയിരിക്കണം ആ ശിഷ്യന്മാരെല്ലാവരും കണ്ടത്. എന്നാൽ യേശു ക്രിസ്തുവിനോട് അവർക്ക് എന്താ യേശു ചെയ്തെന്നുള്ളത് പറയാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ട്. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ഈ ശിഷ്യന്മാർ വളരെ മനസ്സിലാക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഒരിക്കൽ യേശു ഫിലിപ്പോസിനോട് ചോദിച്ചു, ഈ 5000 പേരുണ്ട്, ഇവർക്ക് എവിടെ നിന്ന് അപ്പം വാങ്ങും? ഫിലിപ്പോസ് ഒരു ഉത്തരം കൊടുത്തു. ഫിലിപ്പോസ് പറഞ്ഞു, നമുക്ക് 200 പണത്തിന് പോയി കഴിഞ്ഞാലും ഈ ജനത്തിന് അപ്പം കൊടുക്കുവാൻ മതിയാകത്തില്ല. യേശു ഫിലിപ്പോസിനോട് ചോദിച്ചു, നിൻ്റെ കയ്യിൽ എന്തുകൊണ്ട് കുഞ്ഞേ? നീ ഇതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു. അന്നേ ഫിലിപ്പോസ് മനസ്സിലാക്കി, ഇനി യേശുവിൻ്റെ അടുക്കൽ പോയി മിണ്ടണമെങ്കിൽ വളരെ സൂക്ഷിച്ച് കണ്ടേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എടുത്തിയാടി ഒന്ന് സംസാരിക്കാൻ പറ്റുന്നാൽ യേശു എന്താ മീൻ ചെയ്യുന്നെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തില്ല. അതായിരിക്കണം ഒരു പക്ഷെങ്കിൽ ബാക്കിയുള്ള 11 പേരും 10 പേരും വളരെ മാന്യരായിട്ടിരുന്ന് കാല് കൊടുക്കുവാനിടയായി. എന്നാൽ 12ാമത്തെ വ്യക്തിയുടെ അടുക്കൽ കടന്നു നിന്നപ്പോൾ യേശു ക്രിസ്തു കാല് കഴുകുവാനായിട്ട് തുടങ്ങിയപ്പോൾ പത്രോസ് എടുത്തിയാടി പറഞ്ഞു, നീ എൻ്റെ കാല് കഴുകത്തില്ല. യേശു തിരിച്ചു നോക്കി പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, നിൻ്റെ കാൽ ഞാൻ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. അവിടെയായി പത്രോസ് പറഞ്ഞത്, നീ എൻ്റെ കാല് മാത്രമല്ല എന്നെ മുഴുവനായിട്ട് കഴുകിക്കണം. എന്താ ഇവിടുത്തെ വിഷയം? എന്നെ യേശു ആഗ്രഹിച്ചത്, യേശു വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത് ഈ ലോകത്തിൻ്റെതായിരിക്കും നടപ്പിനപ്പുറമായിട്ട് സ്വർഗത്തിൻ്റെ ദൈവത്തിന് മുൻപിൽ പദ്ധതിയുണ്ട്. സ്വർഗത്തിൻ്റെ ദൈവത്തിന് മുൻപിലുള്ള പദ്ധതി എന്ന് പറയുന്നത് ആ മെയിൻ ആള് മറ്റുള്ളവരുടെ ശുശ്രൂഷിപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രാജ്യവ്യവസ്ഥ എന്ന് പറയുന്നത് ശുശ്രൂഷിപ്പാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ആരെ വിളിച്ചിരിക്കുന്നത്? എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. ഒരാളെ പോലും ദൈവം അല്ലാതെ വിളിച്ചിട്ടില്ല, എല്ലാവരെയും ദൈവം വിളിച്ചത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഓരോ വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന അധികാരം കൂടുന്നതിനനുസരണമായിട്ട് അവരുടെ ശുശ്രൂഷയുടെ മേഖലയും കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, പൊസിഷൻ കൂടുന്നതിനനുസരണമായിട്ട് അവർ ശുശ്രൂഷിക്കേണ്ട മേഖലയും കൂടിക്കൊണ്ടിരിക്കുമെന്ന്. പറഞ്ഞു മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദൈവം ഒരു വ്യക്തിയെ ഒരു ശുശ്രൂഷയിൽ ഉയർത്തുന്നതിനനുസരണമായിട്ട് ശുശ്രൂഷയുടെ ഉയരുന്നത് എന്ന് പറഞ്ഞാൽ അവൻ ഏതാണ്ട് ഒരു പൊസിഷനിലല്ലിരിക്കുന്നത് വീണ്ടും ശുശ്രൂഷകനാണ്. നേരത്തെ 2 പേർക്ക് ശുശ്രൂഷനാണെങ്കിൽ ഇപ്പോൾ 10 പേരുടെ ശുശ്രൂഷകനാണ്. ഇപ്പം 10 പേർക്കാണെങ്കിൽ പിന്നീട് 100 പേരുടെ ആയിരിക്കാം. ഇപ്പം 100 പേരുടെ ആണെങ്കിൽ നാളെ 500 പേരുടെ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ എന്തായിരുന്നാലും ഒരു കാര്യമായി ഈ വ്യക്തിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ശുശ്രൂഷ മാത്രം.
പൊസിഷൻ കൂടുമെന്നിരിക്കാം, പക്ഷേ ശുശ്രൂഷയ്ക്ക് വ്യത്യാസമില്ല, പ്രവർത്തനത്തിന് യാതൊരു വ്യത്യാസമില്ല. ഇവിടെ എന്താ കർത്താവായ യേശു ചെയ്തത്? യേശു ഈ കാല് കഴുകുവാനായിട്ട് തുടങ്ങി, താൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നവനെന്ന് വെളിപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. യേശു ക്രിസ്തുവിനെ കുറിച്ച്, ഞാൻ മടങ്ങി വരട്ടെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് 1000 ആണ്ട് വാഴ്ചയിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, അവൻ രാജാതി രാജാവായിട്ട് അവൻ ഈ ഭൂമിയിൽ വാഴുവാൻ പോകുകയാണ്. അന്ന് യേശു ക്രിസ്തു ചെയ്യുന്നതെന്ന് പറയുന്നത് താൻ രാജാവാണ്, സത്യമാണ്, ഈ ഭൂമിയെ മുഴുവൻ ഭരിക്കുന്നത് യേശു തന്നെയാണ്. എന്നാൽ അന്നും ഒരു ശുശ്രൂഷയാണ് ചെയ്യാൻ പോകുന്നത്. എന്താ ശുശ്രൂഷയുടെ പ്രത്യേകത? യേശു ഒന്നാമത് ചെയ്യുന്നത് നീതിയാണ് തൻ്റെ നടുക്കെട്ടായിരിക്കുന്നത്. നടുക്കെട്ട് നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? 11-ാം അധ്യായത്തിൻ്റെ യെശയ്യാവ് 11-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട്. യെശയ്യാവ് 11:2. അവിടെ സംഭവിക്കുന്ന, അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിക്കുന്നു. യെസ്, എന്താ അവിടെ സംഭവിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരക്കെട്ട് നീതി ആയിരിക്കുമ്പോൾ, നീതി എന്നുള്ള അരക്കെട്ട് യേശു ധരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെ, ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു. യേശുവിൻ്റെ ശുശ്രൂഷ എങ്ങനെയായിരിക്കും? നീതിയോടെ ആയിരിക്കും, വിത്ത് റൈറ്റ്യസ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ എല്ലാ മേഖലകളിലും നീതിയാണ് വെളിപ്പെടുവാനിടയായി തീരുന്നത്. നിങ്ങൾക്കറിയാം, ആ ഡ്രസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ആ ഉള്ള അങ്കിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അങ്കി വെളിപ്പെടുത്തിയത് ദ റൈറ്റ്യസ്നെസ്. ഈ നീതി എന്നുള്ള ആയിരിക്കുന്ന അങ്കിയാണ് ധരിച്ചിരിക്കുന്നത്. ആ നീതി എന്നുള്ള അങ്കിയിൽ താൻ ആ കെട്ടുകൾ കെട്ടിയിരിക്കുമ്പോൾ നീതിയോടെ പ്രവർത്തിക്കുവാനുള്ള കർത്താവായ യേശു ക്രിസ്തുവിന് ഒരുക്കമാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ നടുക്കെട്ടാണ് തൻ്റെ വസ്ത്രത്തെ തൻ്റെ ശരീരത്തോടു കൂടെ ചേർത്ത് ബന്ധിപ്പിച്ചിരിക്കുന്നത്, തന്നെ മുറുക്കെ ഉടുപ്പിച്ചിരിക്കുന്നത്, തൻ്റെ ശരീരത്തോട് ചേർത്ത് ഈ കുപ്പായം ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഈ നടുക്കെട്ടാകുമ്പോൾ, നീതി എന്നുള്ള നടുക്കെട്ട്, നീതി എന്നുള്ള അങ്കി, ആ അങ്കിക്ക് പുറത്ത് ധരിക്കുന്നതായിരിക്കും നീതി എന്നുള്ള നടുക്കെട്ട്. ആ നടുക്കെട്ടിന് അനുസരണമായിരിക്കുന്ന പ്രവൃത്തിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ നമ്മൾ കാണുന്നത്, അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായപാലനം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനം മുഴുവൻ എങ്ങനെയായിരിക്കും? ഇൻ റൈറ്റ്യസ്, നീതിപരമായിരിക്കും. നീതിയിൽ നിന്ന് വിട്ടുമാറി ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു, നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ അന്നത്തെ 1000 ആണ്ട് വാഴ്ചയുടെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുവാൻ പോകുന്നത്. ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, പാവം ദരിദ്രന്മാർക്ക് അവൻ നീതിയോടുകൂടെ ന്യായപാലനം ചെയ്യുമെങ്കിൽ, അത് മറുസൈഡ് നമ്മൾ മനസ്സിലാക്കണം, ദുഷ്ടന്മാർക്ക് അത് നാശത്തിന് കാരണമായി തീരും. എന്താ അവിടുത്തെ വിഷയം? നീതിയോടെ ന്യായപാലനം ചെയ്യുന്നു. യേശു ക്രിസ്തു നീതിയോടെ ഭരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം, മനുഷ്യനാട് നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം, ദൈവത്തിൻ്റെ കൃപകൾ, ദൈവത്തിൻ്റെ കരുണ പ്രാപിപ്പാൻ നമ്മൾ യോഗ്യര. ദൈവത്തിൻ്റെ കൃപയെന്നല്ല, ദൈവത്തിൻ്റെ കരുണ പ്രാപിപ്പാൻ നമ്മൾ യോഗ്യര. എന്നാൽ ഇവിടം വിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്തില്ലെന്നറിയാമോ? കരുണയില്ല. കരുണ അടച്ചു കളഞ്ഞു. എന്തുകൊണ്ടാണ് കരുണ അടച്ചു കളഞ്ഞത്? ഇവിടം വിട്ടങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം ലഭിക്കേണ്ടതിൻ്റെ സ്ഥലമാണ് പിന്നീടുള്ളത്. പിന്നീട് യാതൊരു കരുണയുമില്ല. പിന്നീട് എന്തു മാത്രമേ ഉള്ളൂ? റൈറ്റ്യസ്, നീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിധി എങ്ങനെയായിരിക്കും? നീതിയോടെ ആയിരിക്കും. അപ്പോൾ നീതി എന്നുള്ള അങ്കിയാണ് കർത്താവായ യേശു ധരിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് ഈ നടുക്കെട്ട് വെളിപ്പെടുത്തുന്നത്? വായിച്ചാട്ടെ, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടുകയും. 3-ാമത്തെ പോർഷൻ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് നടുക്കെട്ട്, അതിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞ അർത്ഥം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഫോർ ദ സർവീസ്. 2, യേശു ക്രിസ്തുമായിരിക്കുന്ന ബന്ധത്തിൽ നടുക്കെട്ട് എന്തിനെ വെളിപ്പെടുത്തുന്നു? നടുക്കെട്ട് നീതിയെ വെളിപ്പെടുത്തുന്നു. ഇനി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വിശുദ്ധന്മാരുമായുള്ള ബന്ധത്തിൽ നടുക്കെട്ട് എന്തിനെ വെളിപ്പെടുത്തുന്നു? ഫോർ എ ബിലീവർ എന്താണ് നടുക്കെട്ട് വെളിപ്പെടുത്തുന്നത്? അവിടെ എഫേസ്യ ലേഖനം 6:14 വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ട്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടി. അപ്പോൾ ഇവിടെ നമ്മുടെ അരയ്ക്ക് കെട്ടുന്നത് ഏതാ കെട്ടാൻ പറഞ്ഞിരിക്കുന്നത്? സത്യം. അപ്പോൾ നടുക്കെട്ട് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? സത്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ശ്രദ്ധിക്കുക, ഈ 3 ഭാഗങ്ങൾ. നടുക്കെട്ട് ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളായിരിക്കുന്നത് കർത്താവായ യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കുമ്പോൾ നമ്മൾ ആരായി തീർന്നിരിക്കുക? നമ്മൾ പുരോഹിതന്മാരായിരിക്കുക. അപ്പോൾ പുരോഹിതന് ഉള്ളതായിരിക്കുന്ന നടുക്കെട്ടിൻ്റെ പ്രത്യേകത, ആ നടുക്കെട്ട് സത്യത്തെ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പുരോഹിതന് ഒരു കുപ്പായം ധരിക്കുവാനുണ്ട്. ആ കുപ്പായം മഹാപുരോഹിതൻ ധരിക്കുന്ന പോലെ തന്നെ പഞ്ഞിനൂൽ കൊണ്ടുള്ള ഒരു കുപ്പായമാണ് താൻ ധരിക്കുന്നത്. മഹാപുരോഹിതന് അത് നീതി ആയിരിക്കുമ്പോൾ, ഒരു പുതിയ നമ്മ
അഥവാ ഒരു പുരോഹിതനും അത് നീതി തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ മഹാപുരോഹിതന്റെ വസ്ത്രം നീതി ആയിരിക്കുമ്പോൾ നമുക്ക് ആ വസ്ത്രം എന്ന് പറയുന്നത് നീതി അല്ല, പിന്നെയോ നീതി ആണെങ്കിൽ തന്നെയും അത് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് ആണ്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ വേർഡ്, അത് നമ്മുടെ മേൽ കണക്കിടപ്പെട്ട നീതിയാണ്. ഇവിടെ നമ്മളായിരിക്കുന്നത് ആ അങ്കി നമ്മൾ ധരിക്കും. വായിച്ചോട്ട് 2 Corinthians chapter 5 verse 21. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, ഇതാണ് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ്, നമ്മുടെ മേൽ പകരപ്പെട്ട കണക്കിടപ്പെട്ട നീതി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ യോഗ്യത കൊണ്ട് നമ്മൾ പ്രാപിച്ചതല്ല, പിന്നെയോ നമ്മൾ കർത്താവായ യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട് നമുക്ക് ലഭിച്ച പദവിയാണ്. ശ്രദ്ധിക്കാൻ പറഞ്ഞ വേർഡ്, നമ്മുടെ യോഗ്യത കൊണ്ട് നമ്മൾ പ്രാപിച്ചതല്ല, പിന്നെയോ കർത്താവായ യേശുവിനെ നമ്മൾ സ്വീകരിച്ചത് കൊണ്ട് എൻ്റെ മേൽ കണക്കിടപ്പെട്ടതാ. എന്താ എൻ്റെ മേൽ കണക്കിടപ്പെട്ടത്? ഞാൻ ദൈവനീതിയായി തീർന്നു. അപ്പോൾ ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് എൻ്റെ മേൽ കണക്കിടപ്പെടുകയായിരുന്നു ചെയ്തത്. ഈ കണക്കിടപ്പെട്ട നീതി എന്ന് പറയുന്നതാണ് മഹാപുരോഹിതൻ പഞ്ഞിനൂൽ അങ്കി ധരിക്കുന്നത് പോലെ ഒരു പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കിയാണ് എന്നെയും ധരിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ മേൽ വെച്ചിരിക്കുന്നത് ഏതാ? വെച്ചിരിക്കുന്നത് ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് ആണ്. ശ്രദ്ധിക്കുക നിങ്ങൾ വേർഡ്, അതിൻ്റെ അർത്ഥം ഞാൻ നീതിമാനാണെന്നല്ല, അതിൻ്റെ അർത്ഥം ദൈവം എന്നെ നീതിമാനായിട്ട് കണ്ടു എന്നുള്ളത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്, ഞാൻ നീതിമാൻ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ഒരുപക്ഷെ ഒരു രീതിയിൽ നമ്മൾ നീതിമാന്മാരാണ് എങ്കിലും ഞാൻ പറഞ്ഞത് ഓൺ റൈച്ചസ്നെസ്, നീതിയെക്കുറിച്ചല്ല അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പകരം ദൈവം എന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. ദൈവം എന്നെ കണ്ടത് നീതിയാണ്. ദൈവം എന്നിൽ കണ്ടത് നീതിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണമായിട്ട് നീതിമാനാണ്. യേശു ക്രിസ്തുവിന്റെ ഭാഗത്ത് യാതൊരു അനീതിയുമില്ല. അവൻ നീതിമാനായിരുന്നു സ്പഷ്ടം, അവൻ നീതിമാനായിരുന്നു സത്യം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഹോൾ നേച്ചർ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ദൈവനീതിയാണ് യേശു ക്രിസ്തുവിൽ കൂടെ കാണുന്നത്. അത് മറ്റാരും കൊണ്ട് അടിച്ചേൽപ്പിച്ചതല്ല. സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ, സ്വർഗം വിട്ട് ഭൂമിയിൽ കടന്നു വന്നു ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവനീതിയിലാണോ യേശു മുൻപോട്ട് പോയത് എന്ന് പറഞ്ഞാൽ ദൈവനീതി വിട്ട ഒരു സ്റ്റെപ്പ് പോലും കർത്താവായ യേശു മാറിപ്പോയില്ല. ദൈവനീതിയിൽ തന്നെ യേശു മുൻപോട്ട് കടന്നുപോയി. എന്നാൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഇംപ്യൂട്ടഡ് റൈച്ചസ്നെസ് ഉണ്ടെങ്കിലും ഞാനും നിങ്ങൾ പലപ്പോഴും ജീവിക്കുന്നത് പറയുന്നത് നീതിയും അനീതിയും കൂടെ കലർന്ന ഒരു സമൂഹത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. എന്നിലുണ്ട് നീതിയുടെ പാട്ടുണ്ട്, എന്നിലുണ്ട് അനീതിയുടെ പാട്ട്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്നാൽ ഇത് രണ്ടും കൂടെ ചേർന്നാണ് ഞാൻ ജീവിക്കുന്നത്. ആ ബന്ധത്തിൽ ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ഈ കോട്ടെന്ന് പറയുന്നത് അത് വെളിപ്പെടുത്തുന്നത് നീതിയല്ല, പിന്നെയോ അത് വെളിപ്പെടുത്തുന്നത് എൻ്റെ മേൽ കണക്കിടപ്പെട്ട നീതിയാണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക, മനസ്സിലായോ? ഞാൻ പറഞ്ഞു വന്ന വേർഡ് എൻ്റെ നീതി അല്ല ഇവിടെ കാണുന്നത്, പിന്നെയോ ഞാൻ ആ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, സത്യമാണ്, അത് നീതിയാണ്, വെളിപ്പെടുത്തുന്നത് സത്യമാണ്. എന്നാൽ ആ നീതി എന്ന് പറയുന്നത് ഇംപ്യൂട്ടഡ് ആണ്, കണക്കിടപ്പെട്ടത് കൊണ്ട് ലഭിച്ചതാ. യേശുക്രിസ്തുവിന്റെ കാൽവക്രൂശിലെ മരണം കൊണ്ട് എനിക്ക് സ്വതന്ത്രമായിട്ട്, എനിക്ക് ദാനമായി ലഭിച്ചതാണ് ആ നീതി എന്ന് പറയുന്നത്. ഈ നീതി എന്നുള്ള വസ്ത്രം ഞാൻ ധരിച്ചിരിക്കുമ്പോൾ ഇതിൻ്റെ മേൽ ഒരു നടുക്കെട്ടുണ്ട്. ഇതിൻ്റെ മേലൊരു നടുക്കെട്ടൊരു പേരുണ്ട്. ഈ നീതി, കണക്കിടപ്പെട്ട നീതി ധരിച്ചിരിക്കുന്നവരുടെ വസ്ത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. കണക്കിടപ്പെട്ട നീതി ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അങ്കി അവൻ്റെ ശരീരത്തോട് അടുപ്പിക്കുന്നതായിരിക്കും ഒരു നടുക്കെട്ടുണ്ട്. ആ നടുക്കെട്ടിന്റെ പേരാണോ ഏതായിരുന്നു? സത്യമെന്ന് പറയുന്നത്. ഞാൻ ചിന്തിച്ചു, യേശുക്രിസ്തുവിന്റെ നടുക്കെട്ടിന് സത്യം എന്നുള്ള പേര് വേണ്ട. എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നടുക്കെട്ടിന് സത്യത്തിന് പേര് വേണ്ട? നീതി എന്ന് പറയുന്നത് തന്നെ യാതൊരു കുറ്റവും കാണുന്നില്ല. എന്നാൽ ഇവിടെ നമുക്കെന്താ കുഴപ്പമായിരിക്കുന്നത്? എനിക്കുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഞാനൊരു നീതി അല്ല, നീതിമാൻ ആണെങ്കിൽ തന്നെയും എന്നിൽ വിളിക്കപ്പെട്ട നീതി എന്ന് പറയുന്നത് എന്നിൽ കണക്കിടപ്പെട്ട ദൈവത്തിന് നീതിയാ. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പേഴ്സണായിട്ട് ആരല്ല, പ്യൂർലി ഒരു നീതിമാനല്ല. പിന്നെ എൻ്റെ മേൽ കണക്കിടപ്പെട്ട നീതിയുണ്ട്. ഈ കണക്കിടപ്പെട്ട നീതി ഞാൻ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ഈ നീതിയാണ് എൻ്റെതായിരിക്കുന്ന പ്രവർത്തനത്തിന് മേഖലയാകണമെങ്കിൽ എനിക്ക് എന്തു വേണം? ഞാനൊരു നടുക്കെട്ട് ധരിക്കുന്നുണ്ട്. ഈ നടുക്കെട്ടാണ് സത്യം
സത്യം എന്നുള്ള നടുക്കട്ട് എന്ന് പറഞ്ഞാൽ എന്താ സത്യം? പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നമുക്ക് സത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വായിച്ചിട്ട് ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. എഫെസ്യർ 4-ാം അധ്യായം 25-ാമത്തെ വാക്യം കൂടെ. എഫെസ്യർ 4-ാം അധ്യായം 25. ആകയാൽ ഭോഷ്കുപേക്ഷിച്ച്, എന്താ അവിടെ പറയുന്നത്? സത്യത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് ഭോഷ്ക്. ഇവിടെ ആരോട് പറയുന്നു? ദൈവമക്കളോട് പറയുന്നു. വീണ്ടും ജന്മം പ്രാപിച്ച് വേർപെട്ട് നിൽക്കുന്ന ദൈവജനത്തോട് അപ്പോസ്തലനായ പൗലോസ് പറയും, നിങ്ങൾ എന്ത് ഉപേക്ഷിക്കാൻ പറഞ്ഞു? ഭോഷ്ക് നിങ്ങൾ ഉപേക്ഷിക്കുക. എന്താ അതിന് കാരണമെന്നാ? അവർ ഭോഷ്ക് ചെയ്യുന്നു, ഭോഷ്ക് പറയുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സത്യം അരക്കിക്കട്ടതിൻ്റെ കാരണം ഇവരുടെ ഇപ്പോഴത്തെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്, ക്രിസ്തീയ വിശ്വാസികളുടെ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഏതിലേക്ക് അവർ പോകുന്നത്? ഭോഷ്കിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? എബ്രായ ലേഖനം 10-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 10 verse 26. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം അവിടെ എന്ത് സംഭവിച്ചു? സത്യം മനസ്സിലാക്കി പിന്നീട് പാപം ചെയ്യുക. അപ്പോൾ എന്താ സാധ്യതയുള്ളത്? ഈവൻ നീതി എന്നുള്ള അങ്കി ധരിച്ചിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നീതിപരമായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ, അവരുടെ ജീവിതത്തിൽ നീതി വെളിപ്പെടുത്തണമെങ്കിൽ അവർ ധരിക്കേണ്ട ഒരു വസ്ത്രം, ഒരു നടുക്കെട്ടുണ്ട്. ആ നടുക്കെട്ടാണ് ഈ സത്യം എന്ന് പറയുന്നത്. എന്താ സത്യം? ഒന്ന്, നമ്മൾ മുമ്പേ വായിച്ചു, യോഹന്നാൻ 14:6 ആ വേർഡ് പ്രകാരം വായിച്ചു, ഞാൻ തന്നെ ആര്? യേശുവാണ് സത്യം. 2 യോഹന്നാൻ 17-ാമത്തെ വാക്യം. ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 17 verse 17. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം. അപ്പോൾ രണ്ടാമത് എന്താ സത്യമായിരിക്കും? നിന്റെ വചനം സത്യമാണ്. 3 ജോൺ ദ ഗോസ്പൽ ചാപ്റ്റർ 16 verse 13. യോഹന്നാൻ 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ, അപ്പോൾ ആത്മാവ് സത്യമാണ്. നമ്മൾ കാണുന്ന ഭാഗം ഇതാണ്. 1, കർത്താവായ യേശു സത്യമാണ്. 2, ദൈവത്തിന്റെ വചനം സത്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് സത്യമാണ്. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയമായിരിക്കുന്നത്? സത്യം എന്ന് പറയുന്നത് നമ്മൾ കാണുമ്പോൾ ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം എന്താണ് എന്നിൽ കൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്? സത്യം എൻ്റെ അരക്കെട്ടായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ ധരിച്ചിരിക്കുന്ന നീതി എന്നുള്ള അങ്കി എൻ്റെ മേൽ അവൻ ധരിക്കപ്പെട്ടത് കൊണ്ട് എന്നിൽ ഉണ്ടാകേണ്ട നടുക്കെട്ടാണ് സത്യം എന്ന് പറയുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന വാക്യത്തിലേക്ക് ഞാൻ നിങ്ങൾ കൊണ്ടുപോട്ടെ. വായിച്ചോട്ട് ഈ സത്യം നമുക്ക് കാണുവാൻ സാധിക്കും. വായിച്ചോട്ട് 3 യോഹന്നാന്റെ 3-ാം ലേഖനം 3-ാമത്തെ വാക്യം. 3 John verse 3. 3 യോഹന്നാന്റെ 3-ാം ലേഖനം 3-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ പേന എടുത്തിട്ട് ആ വാക്യം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. 1, ഫസ്റ്റ് പാർട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് സത്യത്തിൽ നടക്കുന്നു. വോക്ക് ഇൻ ട്രൂത്ത്. വോക്ക് ഇൻ ട്രൂത്ത്. വളരെ നല്ല ഒരു ചിന്തയാണ് അതിനകത്തുള്ളത്. യെസ്, സത്യത്തിൽ നടക്കുന്നു എന്ന് വായിച്ചാട് താഴോട്ട്. നിന്റെ സത്യത്തിന്, ദ ട്രൂത്ത് ഇൻ യു. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ അപ്പോസ്തലനായ പൗലോസ് ഗായോസിന് എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നു, നീ സത്യത്തിൽ നടക്കുന്നു എന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുന്നു. എന്തുവാ അത് പറഞ്ഞത്? നീ സത്യത്തിൽ നടക്കുന്നുവെന്നോ. എവിടെ? നിന്നിലുള്ള സത്യം എന്ന് പറഞ്ഞാൽ നിന്നിൽ എന്ത് കിടപ്പുണ്ട്? സത്യം കിടപ്പുണ്ട്. നിന്നിൽ സത്യം കിടപ്പുണ്ട്. ഇതാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവാചകം. ഇതാരാ പറയുന്നത്? ഗായോസ് പറയുന്ന സാക്ഷ്യമല്ല. ഗായോസിനെ കണ്ടുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിൽ പറയുന്ന ഒരു സാക്ഷ്യവാചകമാത്. നിന്നിലുള്ള സത്യം നീ നടക്കുന്നു. അപ്പോൾ നിന്നിൽ സത്യമുണ്ട്. ഇൻ യു there is truth. നിന്നിൽ സത്യം കിടപ്പുണ്ട്. എന്നിട്ട് പിന്നീട് പറയുന്ന വേർഡ് നീ നടക്കുന്ന സത്യം എന്ന് പറഞ്ഞാൽ നിന്നിലുള്ള സത്യത്തിലാണ് നീ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ പർട്ടിക്കുലർ വേർഡ് എത്ര നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചാലും അതിന് ഒരു ലിമിറ്റേഷൻസ് വരത്തില്ല. നിന്നിൽ ഒരു സത്യമുണ്ട്, ആ സത്യത്തിലാണ് നീ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നിന്നിൽ കിടക്കുന്ന സത്യത്തിന് വിരുദ്ധമായിട്ടല്ല നീ നടക്കുന്നത്. നമ്മുടെ പലരുടെയും പ്രവർത്തനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യം അറിയാഞ്ഞിട്ടല്ല, പിന്നെയോ അത് പ്രവർത്തിക്കാത്ത പ്രശ്നം. ഇന്നസ്
ആ സത്യം എന്നിലുണ്ട്, സത്യം എന്നിൽ വസിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ പരീശന്മാരെ ശാസ്ത്രന്മാരെ നോക്കൊണ്ട് യേശു ഇപ്രകാരം പറഞ്ഞു, ഹാ കപടഹൃദയരെ, നിങ്ങൾക്ക് കഷ്ടം. എന്താ പറഞ്ഞത്? സത്യം അവരിലുണ്ട്. നിങ്ങൾ തുളസി, ചതുപ്പ, ജീരകം എന്നിവയിൽ പതാരം കൊടുക്കുന്നു, എന്നിട്ട് മറ്റത് നിങ്ങൾ വിട്ടുകളയുന്നു. എന്താ അവിടുത്തെ വിഷയം? എന്നാ? അവരിൽ സത്യമുണ്ടെങ്കിലും പ്രവർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തില്ല? സത്യമില്ല. ഗായോസിനെ കുറിച്ച് നോക്കുമ്പോൾ അതാ കാണും. നിങ്ങൾ മനസ്സിലാക്കണം, അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു ഭാഗം തൻ്റെ ജീവിതത്തിൽ കൂടെ നിവർത്തിക്കുവാനാണ് പൗലോസ് പറഞ്ഞത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിനോ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കത്രേ ചെയ്യുന്നത്. എന്തിനാ? എന്നിൽ സത്യമുണ്ട്, ആ സത്യത്തിൽ ഞാൻ നടക്കണം. ഇതാണ് ഒരു സാക്ഷ്യമെന്ന് പറയുന്നത്. എന്നിൽ സത്യം കിടക്കുന്നുണ്ട്, ആ സത്യത്തിൽ ഞാൻ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതാണ് ഗായോസിന്റെ ജീവിതത്തിൽ ദൈവം അപ്പോസ്തലനായ പൗലോസ് കണ്ട ശ്രേഷ്ഠത. എവിടെയാ? നിന്നുള്ള സത്യം, നീ സത്യത്തിൽ നടക്കുന്നുവെന്നോ നിന്നുള്ള സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുകയാൽ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, യോഹന്നാൻ പറയുന്ന വേർഡ് ഒന്ന് വായിച്ചോട്ടെ. യോഹന്നാൻ 2-ാം ലേഖനം അതിൻ്റെ 4-ാമത്തെ വാക്യം ശ്രദ്ധിക്ക്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, നമുക്ക് പിതാവിങ്കൽ നിന്ന് കൽപ്പന വെച്ചു. എവിടുന്ന? അരമനയിൽ നിന്ന് ലെറ്റർ വന്നല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൽപ്പന കിട്ടി. എന്താ കിട്ടിയത്? എന്താ കിട്ടിയത്? വായിച്ചേട്ടെ താഴോട്ട്. നിങ്ങൾ സത്യത്തിൽ നടക്കുക. സീ വാട്ട് എ ട്രെമൻഡസ് എക്സ്പീരിയൻസ്. എവിടുന്നാ തനിക്ക് ഈ അനുഭവം കിട്ടിയത്? എവിടുന്നാ താനിത് പ്രാപിച്ചത്? പിതാവെങ്കിൽ നിന്ന് ലഭിച്ചു. ദൈവമാ തന്നോട് പറഞ്ഞു കൊടുത്തത്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഒരു ഇലക്ട് ലേഡി, ആ സഭയെ നടത്തിക്കൊടുന്ന സ്ത്രീ, അവരുടെ മക്കളെക്കുറിച്ച് പറയുക. എന്തുവാ പറഞ്ഞത്? ഞാൻ ദൈവത്തിൽ നിന്ന് ഞാൻ കൽപ്പന പ്രാപിച്ചു. എന്താ പ്രാപിച്ചത്? നിന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന്. വാക്ക് ഇൻ ട്രൂത്ത്. അതുകൊണ്ട് യോഹന്നാൻ എന്തോ പറയുന്നു? ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നു, എത്രമാത്രം ആനന്ദിക്കുന്നു, എത്രമാത്രം ആഹ്ലാദമാണ് എൻ്റെ ഉള്ളിലുള്ളത്. എന്താ കാരണം? സത്യത്തിൽ നടക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണമേ, ഞാനും നിങ്ങളും സത്യത്തിൽ നടക്കുമ്പോൾ സ്വർഗസ്ഥനായിരിക്കും ദൈവം സന്തോഷിക്കുക. എൻ്റെ ആരാധന ദൈവത്തിന് സന്തോഷമാണ്, എൻ്റെ പാട്ട് ദൈവത്തിന് സന്തോഷമാണ്. പക്ഷെങ്കിൽ ഞാൻ സത്യത്തിൽ നടക്കുവാൻ ദൈവം എനിക്ക് വെളിപ്പെടുത്തതിക്ക് സത്യത്തിൽ ഞാൻ നടക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിൽ പരമായിട്ട് ഒന്നും സന്തോഷമായിട്ട് കാണുന്നില്ല. ദൈവം കൽപ്പന കൊടുക്കുക, യോഹന്നാനെ നീ നോക്ക്, അവരുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു. യെസ്. എന്തുകൊണ്ടാണ് നമ്മളിത് പറയേണ്ടത്? അവിടെ പറയപ്പെടുന്ന എഫെസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം അധ്യായത്തിൽ 25-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ 4:25 എഫെഷ്യൻസ് 4:25. എന്ത് വേണം? ഓൾവേസ് സ്പീക്ക് ട്രൂത്ത്. എപ്പോഴും സത്യം. ദൈവം അത് ആഗ്രഹിക്കുന്നത്. സ്പീക്ക് ട്രൂത്ത്. എപ്പോഴും സത്യം സംസാരിക്കുക. ഉപേക്ഷിച്ചു. നിങ്ങൾക്കറിയാം, സ്വഗ്രാഹത്തിൽ കടക്കുവാനുള്ള യോഗ്യത സങ്കീർത്തനത്തിൽ പറയുന്ന നീതിയായി നടന്ന് ന്യായം പ്രവർത്തിക്കുന്നു, പിന്നെ ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. അതാണ് കടന്നു പോകാനുള്ള യോഗ്യത. അപ്പോൾ ഒരു സത്യം ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ചില സന്ദർഭങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, സത്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നു? മറ്റുള്ളവരുടെ പ്രസൻസേഷൻ ഞാൻ തന്നെ കൊള്ളരുതാത്തവരായി തീരാതിരിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യുക? ഒരു ഫൈറ്റിംഗ് ചെയ്യുക. നമ്മൾ പലപ്പോഴും ഒരു യുദ്ധം ചെയ്യേണ്ടതായിട്ട് വരും. ഫൈറ്റ് ഫോർ ദ ട്രൂത്ത്. വായിച്ചായിട്ടൊരു വാക്യം, ഗലാത്യർ 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഗലാത്യർ 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, 1-2 വാക്യങ്ങളുടെ. സുവിശേഷത്തിൻ്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് സുവിശേഷത്തിൻ്റെ സത്യം. എന്തുവാ സത്യം എന്നറിയാമോ? പ്രവൃത്തിയാലല്ല വിശ്വാസത്താൽ അത്രയും രക്ഷിക്കപ്പെടുന്നെന്ന്. ആരോടാ എതിർത്തെന്നറിയാമോ? അന്നത്തെ പറയപ്പെടുന്ന മേൽമഹാപുരോഹിതനോട്. എന്തുവാ പറഞ്ഞത്? പത്രോസേ, നീ ചെയ്തത് ശരിയല്ല. ബർന്നബാസ്, കൂടെ നടന്ന ബർന്നബാസ് വരെ കപടത്താൽ
ഉപായപ്പെടുവാനായിട്ട് വീണു പോകുവാൻ ഇടയായി തീർന്നു. ആ സ്ഥാനത്താണ് പൗലോസ് ധൈര്യമായിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, നീ ചെയ്യുന്നത് ശരിയല്ല. എന്താ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, പ്രവൃത്തി മുഖാന്തരമല്ല രക്ഷപ്പെടുന്നത്, വിശ്വാസത്താലുള്ള രക്ഷ എന്നുള്ളത്. പ്രവൃത്തി മുഖാന്തരം രക്ഷപ്പെടുമെന്ന് പറയുന്ന ജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ധൈര്യമായിട്ട് പൗലോസ് പ്രസ്താവിക്കുവാൻ തുടങ്ങി. 2-ാമത്തെ വാക്യത്തിൽ വീണ്ടും കടന്നു വന്നിട്ട് അതിൻ്റെ 2 തിമോത്തിയോസ് 2:18 എന്താ ഈ ലോകത്തിൽ സംഭവിക്കുന്നത്? ഹുമനിയോസും ഫിലത്തോസും ആ കൂട്ടത്തുള്ളവരാകുന്നു. എന്ത് ചെയ്തു? അവ സത്യം വിട്ട് തെറ്റി. ഫ്രം ദ ട്രൂത്ത്. സത്യം വിട്ടവർ തെറ്റി, സത്യത്തിൽ നിന്ന് അവർ മാറിപ്പോയി. എന്താ അവർ പറഞ്ഞത്? ഇവിടെയും സത്യം വിട്ട് തെറ്റിയത് ഉപദേശമാണ്. പുനരുത്ഥാനം കഴിഞ്ഞു, റിസറക്ഷൻ ഈസ് ഓവർ. അതായിരുന്നു അവരുടെ അന്നത്തെ പ്രിൻസിപ്പിൾ. അന്നേ പുനരുത്ഥാനം കഴിഞ്ഞുവെന്ന് അവർ പറഞ്ഞുണ്ടാക്കി. എന്താ അവിടെ സംഭവിച്ചത്? അതിനെതിരായിട്ട് പൗലോസ് നിൽക്കുവാനായിട്ട് കാരണമായി തീർന്നു. ദൈവ പൈതലെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നിങ്ങളൊരു സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ സത്യത്തിന് വേണ്ടി പോരാടുവാനുള്ളൊരു മനസ്സ് എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. ആ സത്യത്തിന് വേണ്ടി പോരാടുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ദൈവം അവിടെയാണ് നമ്മെ നോക്കി കാണുന്നത്. ഇവൻ സത്യത്തിലാണ് ഇവൻ നടക്കുന്നത്. ഒറ്റ വാക്യം കൂടെ, യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം. നാം ഒന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു, സത്യത്തിൽ നിന്ന് വിട്ടുതെറ്റിയവരെ കൂടെ നാം അടക്കൊണ്ടേണ്ടിയിരിക്കുന്നു. നിങ്ങളൊരുവൻ സത്യം വിട്ട് തെറ്റിപ്പോകുകയും തിരിച്ചു വരുത്തുന്ന ഒരു വ്യക്തി പാപിയെ നേടുന്നതിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. സത്യം വിട്ട് തെറ്റിയവരെ സത്യത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട, എനിക്ക് നിങ്ങൾക്കൊരു വസ്ത്രമുണ്ട്. എൻ്റെയും നിങ്ങളുടെ വസ്ത്രമെന്ന് പറയുന്നത് ഒരു നടുക്കെട്ടുണ്ട്. ആ നടുക്കെട്ടെന്ന് പറയുന്നത് സത്യമായിരിക്കണം. സത്യമായിരിക്കും നടുക്കെട്ട്. എനിക്കൊരു അങ്കി ധരിക്കുവാനുണ്ട്. അങ്കി നീതിയാണ്. സത്യത്തിലാണ് ഞാൻ നീതിയിലേക്ക് കടന്നു വരേണ്ടത്. അവിടെയാണ് ദൈവിക കരങ്ങൾ കാണുവാൻ ദൈവം അതിനെ